ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നാട്ടിൻപുറം ടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഇതിനു മുമ്പ് ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഈ ഡസ്റ്റ് ക്ലീനിങ് തന്നെയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് അതിനേലും ചെറിയ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ? നേരെ അതിലേക്ക് വിട്ടാലോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗിയർ മോട്ടറിൻ്റെ ആവശ്യമുണ്ട്, പിന്നെ ബാറ്ററിയും, പിന്നെ അതിൻ്റെ കണക്ടറിൻ്റെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഒരു സ്വിച്ച് നമുക്ക് ആവശ്യമുണ്ട്. സ്വിച്ച് ചെറുത് കിട്ടിയാലും മതി. പിന്നെ വേണ്ട ഒരു പേന വേണം. അപ്പോൾ പേനയുടെ റീഫിലൊക്കെ ഞാൻ മാറ്റിയേക്കണേണ്. പിന്നെ വേണ്ട ഒരു മോപ്പാണ്. അപ്പോൾ ഞാൻ ഒരു ബ്രഷ് മോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണേ ചെറിയ ഭാഗം. പിന്നെ വേണ്ടത് പേനയുടെ ഒരു ഭാഗം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് വേറെ ഒന്നിനല്ല, നമ്മുടെ ഗിയർ മോട്ടറിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മോപ്പ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ് കാണാൻ പറ്റും. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഒരു PVC പൈപ്പാണ്. അപ്പോൾ PVC പൈപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഒരു ഇത് നോക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ മോട്ടറിലേക്ക് ഇപ്പോൾ ആദ്യം കണക്ടർ സെറ്റ് ചെയ്യാൻ പോകണേണ്. അപ്പോൾ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്വിച്ചിലേക്ക് മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കണം. മീൻസ് ഇപ്പോൾ ഇവിടെ ഒരു നോർമൽ ഡയഗ്രാമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ബാറ്ററിയും മോട്ടറും ഗിയർ മോട്ടറും പിന്നെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മോട്ടറിൽ നിന്ന് ഒരു വയർ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത്, അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് വന്ന ഒരു വയർ നമ്മുടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്തു, അതുപോലെ തന്നെ ആ ബാറ്ററിയിൽ നിന്ന് ഒരു വയർ നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണക്ഷൻ്റെ ഇതെന്ന് പറയാനായിട്ട്, ഡയഗ്രാം എന്ന് പറയാനായിട്ട്. ആകെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ ബാറ്ററിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഗിയർ മോട്ടറിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ 9 വോൾട്ടിൻ്റെ ബാറ്ററി സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മലയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. മറ്റേ ആ ഒരു ഭാഗത്ത് ടച്ച് ചെയ്യാൻ പാടില്ല ബാറ്ററി, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, മോപ്പ് മലയ്ക്ക് കറങ്ങില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് അടിഭാഗത്തായിട്ട് സ്വിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സ്വിച്ച് ആണെങ്കിൽ ചെറിയ സ്വിച്ച് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് വലിയ സ്വിച്ച് അത്ര കൂടി കിട്ടിയുള്ളൂ. അപ്പോൾ ഈ സ്വിച്ച് അപ്പോൾ ഞാൻ അടിയിലാണ് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം ആകെ ഇത്രേ ഉള്ളൂ. അതായത് കണക്ഷൻ വർക്കിംഗ് ആകെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്ത് തന്നെ ഇനിയിപ്പോൾ ഓൺ ആവും. ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ PVC പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്ലൂ കുറച്ച് അപ്ലൈ ചെയ്യണുണ്ട് നമ്മുടെ PVC പൈപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നില്ലെങ്കിൽ ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യണുണ്ട് സൈഡിൽ. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കും സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആകെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പണി എന്ന് പറയാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡസ്റ്റ് റിമൂവർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ആകെ ഇത്രേ ഉള്ളൂ. സംഭവം ലൈറ്റ് വെയിറ്റ് ആണ്, വേറെ വലിയ ഭാരമൊന്നുമില്ല. ആകെ ആ ഗിയർ മോട്ടറിൻ്റെയും ബാറ്ററിയുടെയും ആ ഒരു ഭാഗത്തുള്ള അത്രയും കനം വന്നത്, വേറെ എങ്ങും കനം വന്നില്ല. അപ്പോൾ അതേ ഇതും കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഡസ്റ്റ് റിമൂവർ ഇപ്പോൾ അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അപ്പോൾ ആകെ ഇത്ര ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയാനായിട്ട്. അപ്പോൾ നമുക്ക് മാറാമില്ലൊക്കെ എവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കളയാൻ പറ്റും. അപ്പോൾ PVC പൈപ്പിൻ്റെ നീളം നോക്കണം, എന്നാലേ നിങ്ങൾക്ക് മുകളിലേക്കൊക്കെ പറ്റുള്ളൂ. മുകളിൽ മീൻസ് ഒരു ഭാഗത്തൊക്കെ പറ്റുള്ളൂ. അപ്പോൾ സംഭവം വളരെ സിമ്പിളായിട്ട് മാറാമില്ലൊക്കെ എടുത്ത് കാണാൻ പറ്റും. ഓൺലൈനിൽ നിന്നും വാങ്ങിക്കണേലും വില കുറഞ്ഞൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓൺലൈനിൽ ഇതിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് 1000-ൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് നിസ്സാര വിലക്കാണ് ഞാൻ ഈ സാധനം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോസൊക്കെ വരുമ്പോൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അഭിജിത്ത് തരുൺ സൈനിങ് ഓഫ്.